ഒരു ഫോൺ കോൾ വഴിയുള്ള വ്യാജ ബോംബ് ഭീഷണി. ചിലർക്കത് തമാശയാകാം, പക്ഷെ അതിൻ്റെ പേരിൽ ഭീതിയിലാകുന്നത് നൂറുകണക്കിന് മനുഷ്യരാണ്. ഒരു ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം വന്നാൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അടക്കമുള്ള സംവിധാനങ്ങൾ രംഗത്തിറങ്ങും. അത് യഥാർത്ഥ ഭീഷണിയാണോ വ്യാജമാണോ എന്നറിയാതെ യാത്രക്കാരും ആശങ്കയിലാകും. വ്യാജ ബോംബ് ഭീഷണി ഒരു തമാശയല്ലെന്നേ, അത് സുരക്ഷാ സംവിധാനങ്ങളെ കബളിപ്പിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ്. കാസർഗോഡ് ട്രെയിനിൽ ബോംബ് വെച്ചെന്ന ഭീഷണി സന്ദേശം മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. അതൊരു വ്യാജ ഭീഷണിയാണെന്ന് വ്യക്തമായതോടെ പ്രതിക്കും പിടിവീണു. കേസിൽ ബംഗളം സ്വദേശി രതീഷിനെ ഹോസ്ദുർഗ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ട്രെയിനിൽ ബോംബ് വെച്ചെന്ന് ഭീഷണി സന്ദേശം നൽകിയ യുവാവ് കാസർഗോഡ് പിടിയിൽ. മലബാർ എക്സ്പ്രസിൽ ബോംബ് സ്ഥാപിച്ചെന്നായിരുന്നു യുവാവിന്റെ ഭീഷണി. ബംഗളം സ്വദേശി രതീഷാണ് പിടിയിലായത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബുധനാഴ്ച രാത്രി 7:30 പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചാണ് ഭീഷണി മുഴക്കിയത്. തുടർന്ന് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ വിവിധ ട്രെയിനുകളിൽ പരിശോധന നടത്തിയെങ്കിലും ബോംബോ മറ്റു സ്ഫോടക വസ്തുക്കളോ കണ്ടെത്താനായില്ല. പിന്നീട് ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി കാഞ്ഞങ്ങാട് ഭാഗത്തുണ്ടെന്ന് കണ്ടെത്തി. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി അനിൽകുമാർ, CI ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ മാവുങ്കാൽ മേൽപ്പാലത്തിനടിയിൽ നിന്ന് പ്രതിയെ പിടികൂടി. ബീവറേജിന്റെ സമീപത്തു നിന്ന് ജാർഖണ്ഡ് സ്വദേശികളായ 2 സ്ത്രീകൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചെന്നും അവർ തങ്ങളുടെ കയ്യിൽ ബോംബുണ്ടെന്നും പറഞ്ഞെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ഇതേ തുടർന്നാണ് റെയിൽവേ സ്റ്റേഷനിലും പോലീസ് കൺട്രോൾ റൂമിലും അറിയിച്ചതെന്നാണ് പ്രതിയുടെ വിശദീകരണം. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കള്ളം പറഞ്ഞതാണെന്ന് വ്യക്തമായി. അറസ്റ്റ് ചെയ്ത പ്രതിയെ പിന്നീട് നോട്ടീസ് നൽകി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.